ചർച്ചയിൽ ആദ്യമായി ശ്രീ ബിജുലാൽ സംസാരിക്കും. 7 മിനിറ്റ്. ബഹുമാനപ്പെട്ട മേയർ, 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഡെപ്യൂട്ടി മേയർ നടത്തിയ പ്രസംഗവും ബഡ്ജറ്റും അഭിമാനത്തോടെയും ഏറെ സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വരുംകാല ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ സർവതല സ്പർശിയായ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അന്തരീക്ഷ മലിനീകരണം തടയാൻ എക്കോ ക്വാളിറ്റി സിസ്റ്റം മുതൽ സൗത്ത് ബീച്ചിലെ പട്ടയ പ്രശ്നം ഉൾപ്പെടെ നമ്മുടെ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആസ്തി പരിപാലന സേനയും കല്ലായിലെ അന്താരാഷ്ട്ര വ്യവസായ പാർക്കും, നഗരത്തിലെ ഓട്ടോ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കമ്മീഷനും, കോഴിക്കോട് ഓട്ടോ ആപ്പും, ഇതെല്ലാം നമ്മുടെ നഗരത്തിൻ്റെ ആവശ്യങ്ങളെ വളരെ ജാഗ്രതാപൂർവം കണ്ടറിഞ്ഞ അഭിമാനകരമായ ഒരു ബഡ്ജറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഈ ബഡ്ജറ്റ് അഭിമാന പുരസ്സരം നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 4 വർഷക്കാലം ഈ നഗരത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വലിയ മുൻകൈയാണ് നാം എടുത്തത്. നമ്മുടെ ഭരണത്തിൻ്റെ നേട്ടം എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, സാറേ, ഈ മീനമാസ ചൂടിൽ പോലും നഗരത്തിൽ നിന്ന് ഒരിടത്ത് നിന്ന് പോലും കുടിവെള്ളക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും നാം കുടിവെള്ളം എത്തിച്ചു, വെളിച്ചമെത്തിച്ചു. നഗരം പ്രകാശപൂരിതമാണ്. മേയർ, നമ്മുടെ മേയറുടെ മുഖം പോലെ ചിരിതൂകി നിൽക്കുന്നതാണ് നമ്മുടെ നഗരത്തിൻ്റെ പ്രകാശം. നമ്മുടെ രാത്രി നൈറ്റ് ലൈഫ് മറ്റേതൊരു നഗരത്തെക്കാളും വേഗത്തിൽ കോഴിക്കോട് നൈറ്റ് ലൈഫ് വ്യാപകമായത് നഗരത്തിൽ മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷൻ്റെ നാട്ടിടവഴികളിലും വെളിച്ചമുള്ളതിനാലാണ്. സ്ഥിരം ചർച്ചയായിരുന്ന നമ്മുടെ വെള്ളവും വെളിച്ചവും ഉൾപ്പെടെയുള്ള ചർച്ചയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടി ഈ കൗൺസിലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ നേട്ടം. കഴിഞ്ഞ 4 വർഷക്കാലം വികസനത്തിൻ്റെ പെരുമഴക്കാലമായിരുന്നു. എത്രയെത്ര ഉദ്ഘാടനങ്ങളാണ്, വാർഡുകളിൽ നിലക്കാത്ത ചണ്ടമേളങ്ങളായിരുന്നു. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ വിവേചനരഹിതമായ വികസനം 75 കൗൺസിലർമാരുടെയും വാർഡുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ കൗൺസിലർമാരുടെ FB പോസ്റ്റുകളിൽ വികസന നായകന്മാരെന്നുള്ള കമൻറ്റുകൾ നിറയുകയാണ്. സ്ഥിരം വിമർശകരായ കൗൺസിലർമാർ പോലും വികസന നായകന്മാരാണ്. അവരെ നാം ശക്തരാക്കി. നമ്മുടെ വികസന കാഴ്ചപ്പാട് നിങ്ങൾ ഓർക്കുന്നില്ല, ഇവിടെ നവ്യ ഹരിദാസ് ഇരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെപ്പോലുള്ളൊരു ദേശീയ നേതാവ് ദേശീയ ശ്രദ്ധയാകർഷിച്ച മത്സരത്തിന് വയനാട്ടിലെത്തിയപ്പോൾ ഇന്ത്യ മുഴുവൻ അന്വേഷിച്ച് BJP നേതൃത്വം കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു എന്നുള്ളത് ഈ കൗൺസിലർ ശക്തന്മാരായ കൗൺസിലർമാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. നമ്മുടെ ഭരണം അഴിമതിരഹിതമായിട്ടുള്ള വികസനം നടപ്പിലാക്കി. ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ജീവനക്കാർ ഒരുമിച്ച് മുന്നോട്ട് പോയി. അഴിമതിക്കെതിരെ മുഖം നോക്കാതെ നാം സ്വീകരിച്ച നടപടികൾക്ക് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. എത്രയെത്ര പദ്ധതികൾ, GIS മാപ്പിംഗ്, ഡിജിറ്റൽ കേരള, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, നികുതി ശേഖരണം. ഇവിടെ ഡെപ്യൂട്ടി മേയർ പ്രസംഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞു, നികുതി ശേഖരണത്തിൽ വലിയ മുന്നേറ്റം നമുക്കുണ്ടായി. ടാക്സിലെ ഡാറ്റ പ്യൂരിഫിക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്തിലെ നിരവധി പദ്ധതികൾ, അഴക്, മാലിന്യമുക്ത കേരളം, എത്രയെത്ര പദ്ധതികൾ ഒന്നിച്ച് വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ K-സ്മാർട്ട് വന്നിരിക്കുന്നു, അറിവും സുതാര്യതയും ഉറപ്പാക്കിയിരിക്കുന്നു. K-സ്മാർട്ടിൻ്റെ പ്രവർത്തനം ഒരു പരാതിക്കുമിടയില്ലാത്ത വിധം നടപ്പിലാക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പഞ്ചായത്തുകളിലേക്ക് കൂടെ K-സ്മാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ദീർഘകാലം ഈ നഗരത്തെ അലട്ടിയിരുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു. നമുക്കറിയാം, കല്ലായിപ്പുഴ എത്രമാത്രം സങ്കീർണമായിരുന്നു. കല്ലായിപ്പുഴയുടെ പ്രശ്നങ്ങൾ, കവിഭാവനയിലെ മണവാട്ടിയായിരുന്നു കല്ലായിപ്പുഴ. ആ കല്ലായിപ്പുഴയെ നാം വീണ്ടെടുത്തിരിക്കുന്നു. കല്ലായിപ്പുഴ വീണ്ടും ഒരു ലജ്ജാവതിയായൊരു മണവാട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കടലിൻ്റെ പുന്നാര മണവാട്ടിയായി മാറുകയാണ്. ആ മണവാട്ടി പെണ്ണിനെ ഞെറിഞ്ഞൊടുക്കാൻ
മാനത്തു നിന്നെത്തിയ പട്ടാണ് സാർ ആറാമത്തെ നമ്മുടെ ടെൻഡർ. അതിലെ 12.98 കോടി രൂപ. ആ പണം കല്ലായിപ്പുഴയെ വീണ്ടും ഒരു മണവാട്ടിയാക്കി മാറിയിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാവൽ മാടങ്ങളാണ് നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾ. നമ്മൾ പുതുതായി ആരംഭിച്ചിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ. ഫലപ്രദമായിട്ടാണ് അതിൻ്റെ നടത്തിപ്പ്. ഏറ്റവും സ്നേഹപൂർണമായ പെരുമാറ്റം നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളിൽ ലഭ്യമാകുന്നു. നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾ ജനനിബിഡമാണ്. എത്രയെത്ര ക്യാമ്പുകളാണ് കഴിഞ്ഞ കാലം നാം നടത്തിയിട്ടുള്ളത്. നാം ആകെ മാറുകയാണ്. നമ്മുടെ രാത്രികാല ശുചീകരണം മാതൃകാപരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എടുത്തു പറയത്തക്കതാണ്. സ്ത്രീകൾ, തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ രാത്രികാലത്ത് ഈ നഗരത്തിൻ്റെ കാവൽ കൂടിയായി മാറുകയാണ്. സർ, നമ്മുടെ അഴക് പദ്ധതി സൂപ്പറാണ് സർ. ചീറ്റ ചീറിപ്പായുകയാണ്. ഏതാണ്ട് 382 ടൺ മാലിന്യം ഒരു പരാതിക്കുമിടയില്ലാത്ത വിധം ദിവസവും നീക്കം ചെയ്യുന്നു. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ വാതിൽപ്പടി ശേഖരണം 100% എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയും. ഇൻഡോറും കോഴിക്കോടും കണ്ടവരാണ് ഏറെയും. ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം കോഴിക്കോടായി മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇക്കാര്യത്തിൽ പുതിയ പഠനം നടത്തണം. നമ്മുടെ കൊട്ടാരം റോഡും ലിങ്ക് റോഡും ബാവൂർ റോഡും മാനാഞ്ചിറയും കണ്ണൂർ റോഡും വയനാട് റോഡും ഏതാണ് സർ മോശം? എവിടെയാണ് അഴുക്കുള്ളത്? നമ്മുടെ റോഡുകൾ മാതൃകാപരമായി വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കത്തക്കതായി മാറിയിരിക്കുന്നു. നാം നിരവധി തണലിടങ്ങൾ ഒരുക്കിയവരാണ്. നമുക്ക് തണലായി കേരള സർക്കാർ ഉണ്ടാവുന്നു. സർ, കേന്ദ്ര സർക്കാർ കഴുത്തു ഞെരിച്ചു കൊല്ലുമ്പോൾ പോലും 1000 റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 840 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വരുന്ന റോഡുകളിൽ 75 റോഡുകൾ കോഴിക്കോട് കോർപ്പറേഷനിലാണ് വരാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കും. കേന്ദ്ര സഹായം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നീ വേളയിൽ നാം ഓർത്തു പോവുകയാണ്. നമുക്കറിയാം, കേരളം വ്യവസായ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണെന്ന് യൂസഫ് അലിയും പട്ടാഭിരാമനും സാക്ഷ്യപ്പെടുത്തുന്നു. ദേശീയപാത വികസനത്തിന് 5500 കോടി രൂപ നാം ചെലവഴിക്കുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വേഗത്തിലാക്കുന്നു. സഹായിക്കേണ്ടുന്ന കേന്ദ്രം, ഈ കേരളത്തിന് താങ്ങാവേണ്ടുന്ന കേന്ദ്രം അസൂയ പൂണ്ട് പെരുമാറുകയാണ്. അസൂയ പൂണ്ട വാമനൻ കേരളത്തിലെത്തി മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ പോലെ പിണറായി സർക്കാരിനെ ചവിട്ടിത്താഴ്ത്താനുള്ള ശ്രമമാണ് കേന്ദ്ര ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അനീതിക്ക് മറക്കുട പിടിക്കുകയാണ് മാധ്യമങ്ങൾ. ഏഷ്യാനെറ്റ് മേധാവി BJP പ്രസിഡന്റ് ആവുന്നതാണ് മാധ്യമ രാഷ്ട്രീയം. പ്രിയപ്പെട്ട മേയർ, വയനാട്ടിൽ നമ്മുടെ സഹജീവികൾ മണ്ണിലടിയിലായപ്പോൾ, താഴ്വരയിലെ ജനത നിസ്സഹായരായി വിറങ്ങലിച്ചു നിന്നപ്പോൾ, നരേന്ദ്രമോദി നമ്മെ പറ്റിച്ചു കടന്നുകളഞ്ഞപ്പോൾ 3 കോടി രൂപയുമായി ഡോക്ടർ ബീന ഫിലിപ്പും മുസാഫർ അഹമ്മദും എത്തി സാർ. ആ താഴ്വരയിലെ നിസ്സഹായരായ ജീവികൾക്ക് വേണ്ടി സഹജീവി സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് സാർ നമ്മുടെ വഴികാട്ടി. 2026 കേരളത്തിൽ 3ാമത് LDF സർക്കാർ അധികാരത്തിൽ വരുന്ന വർഷമാണ്. 2ാം LDF സർക്കാരിനോട് ചേർന്നു നിന്ന പോലെ തന്നെ 3ാമത് LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ LDF സർക്കാരിനോടും ചേർന്നു നിൽക്കുന്ന ഒരു കൗൺസിൽ രൂപപ്പെടാൻ വേണ്ടി പോവുകയാണ് സർ. നമ്മുടെ നഗരത്തിൽ 4728 ആളുകൾക്ക് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടുണ്ടാക്കിക്കൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനുള്ള കേരളത്തിലെ സർക്കാരിൻ്റെ പരിശ്രമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആയുർദൈർഘ്യം 90ലേക്ക് കടക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന വയോജന രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം നൽകിയ സർക്കാരിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു കൗൺസിലിന് രൂപം നൽകാൻ കഴിയുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്നു.